സുഹൃത്തുക്കളെ, നമ്മൾ തിയേറ്ററുകളിൽ പലതരത്തിലുള്ള വില്ലന്മാരെ കണ്ടിട്ടുണ്ട് അല്ലേ? ക്രോണിക് വില്ലന്മാർ, സൈക്കോ വില്ലന്മാർ, ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവർ. എന്നാൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബിഗ് സ്ക്രീനിൽ ക്രൂര വില്ലൻ വേഷങ്ങൾ കെട്ടിയാടി യഥാർത്ഥ ജീവിതത്തിൽ വലിയൊരു ജനാധിപത്യ നായകനാകാൻ സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. ഇല്ലെങ്കിൽ ആരെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റാരെയുമല്ല, നടൻ പ്രകാശ് രാജിനെ തന്നെയാണ്. വലിയ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കുപ്രസിദ്ധ വില്ലന്മാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള അത്യുഗ്രൻ പ്രകടനമാണ് ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ പ്രകാശ് രാജ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ എപ്പോഴും ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകവും പിടിച്ച് താനാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഏക കാവലാൾ എന്ന ഭാവത്തിൽ വലിയ പ്രസംഗങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തട്ടിവിടുന്നതായിരുന്നു ഇയാളുടെ പ്രധാന വിനോദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും നിരന്തരം അപകീർത്തിപ്പെടുത്താനും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ കടുത്ത തെറ്റിദ്ധാരണ പരത്താനും ഇയാൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വന്തം കയ്യിലെ അഴുക്ക് പുരണ്ട ബാക്കി 4 വിരലുകൾ തനിക്ക് നേരെയാണ് നീളുന്നതെന്ന് ഈ കപട ബുദ്ധിജീവിക്ക് ഇപ്പോഴും അറിയില്ല. സുഹൃത്തുക്കളെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്ത് ഒരു പ്രധാന വാർത്തയും വലിയൊരു രാഷ്ട്രീയ ചർച്ചയും കാണുകയുണ്ടായി. വോട്ട് ചോരി എന്ന് മൈക്കിലൂടെ വലിയ ശബ്ദത്തിൽ ആക്രോശിച്ച പ്രകാശ് രാജിന്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന രീതിയിലുള്ള ചർച്ചകൾ. ഒരേ സമയം കർണാടകയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഒക്കെയായി ഒന്നല്ല രണ്ടല്ല 3 സംസ്ഥാനങ്ങളിലായി വോട്ടർ ID കാർഡുകൾ കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഒരു മഹാവിദ്വാനാണ് ഇയാളത്രേ. രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരോടൊപ്പം ചേർന്ന് പ്രധാനമന്ത്രിയെ വോട്ടുകള്ളൻ എന്ന് വിളിച്ച ഈ പിരിമുറിഞ്ഞ കള്ളന്റെ യഥാർത്ഥ നാടകങ്ങളാണ് ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. ജനവിധി മാനിക്കുന്ന അഴിമതിരഹിതമായ സുതാര്യ ഭരണവുമായി മുന്നോട്ടു പോകുന്ന ഒരു സർക്കാരിനെതിരെയും അതിന്റെ ജനപ്രിയ നായകനെതിരെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇയാൾക്ക് എന്ത് ധാർമ്മിക യോഗ്യതയാണ് ഉള്ളതെന്ന് ജനങ്ങൾ പരസ്യമായി ചോദിക്കുന്നു. സ്വന്തം തട്ടകത്തിൽ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ട് മറ്റുള്ളവരെ കള്ളന്മാരെന്ന് വിളിക്കുന്ന ഇതിനെയാണോ നമ്മൾ യഥാർത്ഥ വോട്ട് ചോരി എന്ന് വിളിക്കേണ്ടതെന്ന് പ്രകാശ് രാജ് വ്യക്തമാക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ചും രാജ്യത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലും വലിയ പൊതുവേദികളിലും വാതോരാതെ പ്രസംഗിക്കുന്ന ഈ കപട ബുദ്ധിജീവി കോടതി ഉത്തരവുകളെ പുല്ലുപോലെയാണ് വിലയിരുത്തുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന വലിയ ആക്ഷേപം. ബംഗളൂരു കോടതി ഇയാൾക്കെതിരെ ഇപ്പോൾ 3ാം തവണയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സമൻസ് അയച്ചിരിക്കുകയാണ്. നിയമത്തെ ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ ഇയാൾ കോടതിക്ക് മുന്നിൽ വന്ന് തന്റെ ഭാഗം വിശദീകരിക്കണമായിരുന്നു. എന്നാൽ അതിനുള്ള ചങ്കുറപ്പ് പോലുമില്ലാതെ ഒളിച്ചോടുകയാണ് ഈ കക്ഷി ചെയ്തത്. മുൻപ് പലതവണ സമൻസ് അയച്ചിട്ടും കോടതിയിൽ നേരിട്ടെത്തി ഹാജരാകാൻ ഇയാൾക്ക് കടുത്ത ഭയമായിരുന്നു. അതിലും വലിയ കോമഡി എന്തെന്നാൽ സമൻസ് നേരിട്ട് കൈമാറാൻ ഉദ്യോഗസ്ഥർ ഇയാളുടെ വീടന്വേഷിച്ച് ചെന്നപ്പോൾ വീടൊഴിഞ്ഞ് താരം എങ്ങോട്ടോ മുങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭീരുക്കളാണ് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ നെഞ്ചിലേറ്റിയ പരമോന്നത നേതാവിനെതിരെയും ശക്തമായ കേന്ദ്ര സർക്കാരിനെതിരെയും അനാവശ്യമായി സംസാരിക്കുന്നത്. 2019 ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ താൻ കർണാടകയിലെ ശാന്തിനഗർ മണ്ഡലത്തിലെ വോട്ടറാണെന്നാണ് ഇയാൾ സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് സെക്ഷൻ 31 പ്രകാരം ഒരു പൗരന് രാജ്യത്ത് ഒരിടത്ത് മാത്രമേ വോട്ടറാകാൻ നിയമപരമായി അവകാശമുള്ളൂ. അത് മനഃപൂർവ്വം ലംഘിക്കുന്നത് കടുത്ത നിയമക്കുറ്റവും ജനാധിപത്യത്തെ വഞ്ചിക്കലുമാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ BJP നേതൃത്വത്തിലുള്ള ശക്തമായ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആത്മീയ കേന്ദ്രമായ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തെ പോലും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഇങ്ങനെയുള്ള കപട വിശ്വാസികൾക്ക് കാലം കാത്തുവച്ച ശക്തമായ മറുപടി ഉടൻ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പെന്തകോസ്റ്റ് പാസ്റ്റർക്കുള്ള യഥാർത്ഥ മരുന്ന് പുറകെ വരാൻ പോകുന്നതേയുള്ളൂ എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. തന്റെ ഉള്ളിലെ ഹൈന്ദവ വിരുദ്ധതയും രാജ്യവിരുദ്ധതയും പുറത്തെടുക്കാൻ ഇയാൾ എപ്പോഴും ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രാജ്യത്തെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നയിക്കുന്ന മോദി സർക്കാരിനെ തകർക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ജനവിരുദ്ധ നേതാക്കളുമായി കൂട്ടുചേർന്ന് ഇയാൾ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ദയനീയമായി പൊളിഞ്ഞുപോയിരിക്കുകയാണ്. രാജ്യത്തെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നയിക്കുന്ന മോദി സർക്കാരിനെ തകർക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ജനവിരുദ്ധ നേതാക്കളുമായി കൂട്ടുചേർന്ന് ഇയാൾ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ദയനീയമായി പൊളിഞ്ഞുപോയിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇത് വെറും വ്യാജ വാർത്തയാണെന്ന് X പ്ലാറ്റ്ഫോമിൽ ഒളിച്ചിരുന്ന് പോസ്റ്റിട്ട് ജനങ്ങളെ പറ്റിക്കാനാണ് ഇയാളുടെ പാഴ്ശ്രമം. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കൈകൾ അത്ര ചെറുതല്ലെന്ന് ഇയാൾ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ.
BJPയുടെ ശക്തമായ ജനപിന്തുണയെയും വികസന രാഷ്ട്രീയത്തെയും നേരിടാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം കുറുക്കുവഴികളിലൂടെയും കള്ളപ്രചാരണങ്ങളിലൂടെയും സർക്കാരിനെ വേട്ടയാടാൻ നോക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ അതേ നിലവാരമാണ് ഇയാൾക്കുമുള്ളത്. ഈ രാജ്യത്ത് നീതിയും ന്യായവും കൃത്യമായി നടപ്പിലാക്കാൻ ശക്തമായ ഒരു ഭരണകൂടമുണ്ടെന്ന് പ്രകാശ് രാജിനെ പോലെയുള്ള കപട നാടകക്കാർ ഒട്ടും മറന്നു പോകരുത്. സാധാരണക്കാരന് ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ഉടനടി നിയമ നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ വലിയ സെലിബ്രിറ്റി എന്ന ലേബലിൽ നടത്തുന്ന ഈ ഒളിച്ചുകളികൾ ഇനി ഇവിടെ നടക്കില്ല. മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. രാഷ്ട്രീയ തിമിരം ബാധിച്ച ചില പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ഇയാൾക്ക് കുടപിടിക്കാൻ വരുന്നുണ്ടെങ്കിലും കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവരുടേതെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ജനാധിപത്യ പ്രക്രിയയ്ക്കും നേരെ ഉയരുന്ന ഇത്തരം വെല്ലുവിളികളെ വേരോടെ പിഴുതെറിയാൻ മോദി സർക്കാരിനും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും പൂർണ്ണമായ കരുത്തുണ്ട്. ജനങ്ങളെ കബളിപ്പിച്ച് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ മുഖം ഓരോന്നായി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഓരോ ദേശസ്നേഹിയുടെയും വലിയ കടമയാണ്. ഇരട്ടത്താപ്പിന്റെ ഈ മാടപ്രാവ് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വന്തം ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള വ്യക്തികൾ നടത്തുന്ന കള്ളപ്രചാരണങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ വലിയ ലൈക്കുകൾ കിട്ടുമായിരിക്കും. എന്നാൽ യഥാർത്ഥ ജനങ്ങളുടെ കോടതിയിൽ ഇവർ എപ്പോഴും പരാജയപ്പെടുകയുള്ളൂ. വികസനത്തിന്റെ പാതയിൽ കുതിക്കുന്ന ഭാരതത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിൽ രാജ്യം ഡിജിറ്റൽ വിപ്ലവത്തിലേക്കും സാമ്പത്തിക വളർച്ചയിലേക്കും കുതിക്കുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുമെന്ന് തീർച്ച. 3 സംസ്ഥാനങ്ങളിൽ വോട്ടർ ID കാർഡ് വെച്ചുകൊണ്ട് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഇയാൾക്ക് ജനങ്ങളോട് സംസാരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ട് താൻ വലിയൊരു ബുദ്ധിജീവിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഇത്തരം ആളുകളുടെ മുഖംമൂടികളാണ് ഇപ്പോൾ ഓരോന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. സീസറുടെ ഭാര്യ സംശയങ്ങൾക്ക് അതീതമായിരിക്കണമെന്നൊരു പഴയ ചൊല്ലുണ്ട്. അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവർ സ്വയം പരിശുദ്ധരായിരിക്കണം. എന്നാൽ ഇവിടെ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ആരാണെന്ന് നോക്കൂ. ദേശസ്നേഹവും ജനക്ഷേമവും മുൻനിർത്തി രാജ്യം ഭരിക്കുന്ന BJPയെയും നരേന്ദ്രമോദിയെയും തകർക്കാൻ ഇത്തരം സങ്കുചിത രാഷ്ട്രീയ ബുദ്ധികൾക്കും വിദേശ ശക്തികളുടെ ഏജന്റുമാർക്കും ഒരിക്കലും കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥയെയും ജനവിധിയെയും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കുറ്റവാളിക്ക് എത്ര നാൾ ഒളിച്ചോടാൻ കഴിയും? ഏതായാലും ഇനിയുള്ള നിങ്ങളുടെ ആഡംബര പരിപാടികളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചോളൂ പ്രകാശ് രാജ്. കാരണം ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിൽ നിയമത്തിന്റെ കൽത്തുറങ്കുകളുമായി നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ജയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയാൻ നിങ്ങൾക്ക് തോന്നിയാൽ അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. സത്യം എപ്പോഴും ജയിക്കുമെന്നും കള്ളന്മാർക്കൊടുവിൽ ജയിലറകൾ മാത്രമായിരിക്കും അഭയമെന്നും BJPയുടെ സുതാര്യമായ ഈ ഭരണം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇരട്ടത്താപ്പിന്റെയും കപട നാടകങ്ങളുടെയും ഈ അപ്പസ്തോലന് നിയമവ്യവസ്ഥ നൽകാൻ പോകുന്ന ശക്തമായ പ്രഹരത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.